പരിശുദ്ധൻ പരിശുദ്ധൻ ഉന്നതങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. എല്ലായ്പ്പോഴും നിരന്തരം ഏറ്റുവാൻ ഞങ്ങൾ യോഗ്യതരായി തീരണമേ. ഭാവികൾക്കായി തുറന്നിരിക്കുന്ന കരുണകളുടെ വാതിലാണ് മണ്ണുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ തുറമുഖവും വിശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നതായ വെടിപ്പാക്കുന്ന സൗഭാഗ്യം മാന്യമുള്ളവരെ വെളുപ്പിച്ച് നിർമ്മലമാക്കുന്ന എളുപ്പമായിരിക്കുന്ന വിശ്വാസപുരാന് ഈ സ്ഥാപനയുടെ വഴിന്റെ നേരത്ത് നമ്മുടെ ആയുസിന്റെ എല്ലാ നാളുകളിലും സ്തുതിയും ബഹുമാനവും അതിനേക്കും യോഗ്യവുമായിരിക്കുന്നു.
നിന്റെ പ്രസംഗകനായ യോഹന്നാനെ പറ്റി അവന് പ്രത്യാശയുണ്ടാക്കിയതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെ രക്ഷകളെയും പ്രത്യാശ ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. കർത്താവേ, ജഗത്കാരനായ സഖായിയോട് ക്ഷമിച്ചതുപോലെ നിന്റെ തിരുവചനത്താൽ എന്റെ പാപങ്ങളെ പരിഹരിക്കണമേ. കർത്താവേ, ഭഗവാന്മാരായ സ്ത്രീമാരുടെയും പ്രധാനിയായ അപേക്ഷ കൈക്കൊണ്ടതുപോലെ അനേക പാപങ്ങൾ ചെയ്തിട്ടുള്ള ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. ആ ഭാവിയായ സ്ത്രീയുടെ കുറ്റങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കുറ്റങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ആ സ്ത്രീയുടെ വിശുദ്ധമായ വേദനകൾക്കും സ്വസ്ഥപ്രാവശ്യമായ നിത്യമായ കരുണയുടെ വർഷിക്കുമാറാകണമേ. പ്രതിയോഗിയുടെ ശക്തിയെ ദൂരതാക്കണമേ. ഉത്കൃഷ്ട കൃഷ്ണാചാരിയെ നൽകിയതുപോലെ ഞങ്ങൾക്ക് ജയം നൽകണമേ. കഥ നൽകി ദുഷ്ടവിശ്വാസികളുടെ ബന്ധനങ്ങളെ ഞങ്ങൾ നയിക്കണമേ. നിന്റെ പട്ടക്കാരും ശുശ്രൂഷക്കാരും നിന്റെ ഇഷ്ടം ചെയ്തേറ്റുവാൻ സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ സത്യമായുള്ളവരായിരിക്കാൻ വചനം പോലെ ഭയത്തോടെ നിന്റെ വിശുദ്ധ വഴികളിൽ നടപ്പാൻ അർത്ഥസമ്മതവും ജീവപ്രദവുമായ നിന്റെ കൽപ്പനകളെ ആചരിപ്പാൻ അവർക്ക് കൃപ നൽകണമേ. കർത്താവേ, ഈ സ്ഥാപനത്തിനും ഇതിൽ ജോലി ചെയ്യുന്നവരും അനുഗ്രഹങ്ങളും കരുണകളും ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, പ്രവേശിക്കുമാറാകണമേ. ഈ സ്ഥാപനം ശ്രേഷ്ഠതാപിക്കുകയും നിന്റെ കുഞ്ഞാടുകളെ വിശ്വസ്തരങ്ങളുമേകയും നിന്റെ പെണ്ണാടുകളെ തൃപ്തിപ്പെടുകയും ഞങ്ങളെല്ലാവർക്കും നികന്ന കരുണ ലഭിക്കുകയും ചെയ്യുവാനാകണമേ. സ്വാമികളോട് കരുണയുള്ളവരും പലതാവിനുമായ കർത്താവേ, നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി പോലെ ഞങ്ങളോട് സ്നേഹവും ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവേ, നിന്നോടുകൂടായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കേൾക്കുന്നു. ഓശോ
നാം അടക്കത്തോടും ഭയത്തോടും മുടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിൻ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന അറിയിപ്പായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ. ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടുവിടെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. ധനവാനും ചുങ്കക്കാരിൽ പ്രധാനിയുമായ സഖായി എന്ന പേരുള്ള ഒരു പുരുഷനീശ്വരന്ന് കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. സഖായി ശരീര വളർച്ചയിൽ കുറിയനായിരുന്നതുകൊണ്ട് പുരുഷാരത്വന് കഴിഞ്ഞില്ല. താൻ ആ വഴി കടന്നു പോകേണ്ടിയിരുന്നതുകൊണ്ട് അവനോട് ഈശ്വരാനും മുൻപിൽ കടന്നു. തന്നെ കാണുവാനായിട്ടൊരു കാട്ടത്തിവൃക്ഷത്തിൽ കയറി. ഈശോ തമ്പുരാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ അവനെ കണ്ടവനോട്, സഖായിയെ വേഗം ഇറങ്ങി വരിക, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാന്ന് നല്ലി ചെയ്തു. അവൻ വേഗം ഇറങ്ങി വന്നു, സന്തോഷത്തോടുകൂടി അവനെ കൈക്കൊണ്ടു. എന്നാൽ അവരെല്ലാവരും ഇത് കണ്ടപ്പോൾ അവൻ ഭാര്യയായ മനുഷ്യന്റെ അടുക്കലെത്തി എന്ന് വാർത്തു എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സഖായിൽ നിന്ന് ഈശോ തമ്പുരാനോട്, ഇതാ എന്റെ സമ്പാദ്യങ്ങളിൽ പകുതി ഞാൻ ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു. ഞാൻ അന്യായമായി എടുത്തിട്ടുള്ളത് 4 മടങ്ങായി തിരികെ കൊടുക്കുന്നു എന്ന് ഉണർത്തിച്ചു. ഈശോ തമ്പുരാൻ അവനോട്, ഇവനോ അബ്രഹാമിന്റെ പുത്രനാകൊണ്ട് ഇന്ന് ഈ വീടിന്റെ രക്ഷയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ അന്വേഷിപ്പാൻ വന്നുവെന്ന് അരുളി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പുമുണ്ടായിരിക്കട്ടെ. മനകർക്കായി ദാനം ചെയ്തും സ്വർഗ്ഗവാഴുകളയച്ചും അരുളുന്നോരു വീടിന്റെയും വാസികളെയും വാഴ്ത്തുമാറാക. ഇവരുടെ മേൽ കൃപയെ ചിന്തുമാറാക. സഖായിയുടെ വീട്ടിൽ ചെന്നു ഈ വീടിനു രക്ഷയുണ്ടായെന്നരുളിയ നാഥൻ. ആശിഹാരാജൻ ഇതിൽ പ്രവേശിച്ച് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവീശോ നിൻ കൃപയോട് നിന്ദാനങ്ങളെ ഞങ്ങൾ അയച്ചിടണമേ. ഇടർച്ചവരാതെ നിൻ വഴി തന്നെ നടന്നിടുവാൻ തിന്മപ്പെട്ടവനിൽ നിന്നങ്ങനെ രക്ഷിക്കണമേ. കർത്താവേ, അനുഗ്രഹങ്ങൾ നൽകുന്ന നിന്റെ വാതിലുകൾക്ക് തുറന്ന് ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ആരോട് വെച്ച് രഹസ്യത്തിൽ കഴിയുന്ന പ്രാർത്ഥനയെ കർത്താവ് സ്നേഹിക്കുന്നു. നീതിമാന്മാർ ഉച്ചത്താലല്ലാതെ അവരുടെ ജയം പ്രാപിച്ചത് മോശയുടെ പ്രാർത്ഥനയും താഴ്മയും കടലിനെ ഭാഗിച്ചു. ജനം കടന്നുപോയി ദുഷ്ടത പ്രവർത്തിച്ച പ്രഭോവൻ മുങ്ങിപ്പോവുകയും ചെയ്തു. ദൈവം നാം ഇതിന്റെ പ്രാർത്ഥന കേട്ടു. അവനോട് കരുണ തോന്നി അവന്റെ അന്യായത്തെ നീക്കിക്കളഞ്ഞു. അവന് പ്രവചനങ്ങളും തിരികെ കൊടുത്തു. അന്യാമതായ പൈതങ്ങൾ തീച്ചൂളി വെച്ച് ദൈവത്തെ നോക്കി വിളിച്ചു. തീജ്വാലയുടെ ദഹനത്തിൽ നിന്നും അവൻ അവരെ രക്ഷിച്ചു. നമ്മെ ഇളകുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങൾ മൂന്നാകുന്നു: മരണനാഴികയും ഭയങ്കര സിംഹാസനവും അഗ്നി നരകവും തന്നെ. സത്യവിശ്വാസത്തോടെ തന്നെ നോക്കി വിളിക്കുന്ന എല്ലാവരോടും ഉത്തരവരുന്ന ദൈവങ്ങളുടെ ദൈവവും കർത്താക്കന്മാരുടെ കർത്താവുമായവേ, ഈ സ്ഥാപനത്തിന്റെ ഉദാശയ ശുശ്രൂഷപൂർണ്ണമാക്കുന്ന ഈ സമയത്ത് നിന്റെ ശ്രേഷ്ഠതയുടെ സന്നിധിയിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും കൈക്കൊള്ളണമെന്ന് നിന്റെ
കരുണയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നു എന്നും നിന്റെ കൃപയും സഹായവും കൊണ്ടല്ലാതെ സ്വയമായി യാതൊന്നും ചെയ്ത് പൂർത്തിയാക്കുവാൻ ഞങ്ങളുടെ പ്രാപ്തിയില്ലെന്നും നിന്റെ ഏറ്റവും ചെറുതായിരിക്കുന്ന കൃപ പോലും പ്രാപിക്കാൻ ഞങ്ങൾ അർഹതയില്ലാത്തവരായിരിക്കെ നിന്റെ ബഹുലമായ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ നീ വർഷിപ്പിക്കുന്നു എന്നും നിന്റെ വിശുദ്ധ സ്വർഗ്ഗത്തിൽ ധന്യമായി വാഴുവാൻ ഞങ്ങൾക്ക് അയച്ചു തരുന്നു എന്നും പ്രയാസങ്ങളുടെ ലോകത്തിൽ നീ ഞങ്ങളെ നടത്തുന്നു എന്നും തിരുസഭയിൽ ഞങ്ങളെ തുറന്നുകൊള്ളുന്നു. മനസ്സിലുള്ളവനും മനുഷ്യ സ്നേഹമുള്ളവനുമായ കർത്താവേ, ഈ സ്ഥാപനം പണിയുന്നതിന് ഇതിന്റെ പ്രിയപ്പെട്ടവർക്ക് നീ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും വേണ്ടിയും അതിനെ പൂർത്തിയാക്കുന്നതിന് അവരെ നീ ശക്തിപ്പെടുത്തുകയും അവരുടെ പ്രവൃത്തികളെയും അവരെ നീ താങ്ങുകയും എല്ലാ പെരുമാറ്റങ്ങളിലും ഇതുവരെ അവരെ നടത്തുകയും ചെയ്തതിനു വേണ്ടിയും വന്യവും വിശുദ്ധവുമായ തിരുനാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നീ വീട് പണിയുന്നില്ലെങ്കിൽ അതിന്റെ പണിക്കാർ വൃഥാധ്വാനം ചെയ്യുന്നുവെന്നും നീ പട്ടണം കാത്തുകൊള്ളുന്നില്ലെങ്കിൽ അതിന്റെ കാവൽക്കാർ ജാഗ്രത ചെയ്യുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. കർത്താവേ, ഞങ്ങളെ സഹായിക്കുന്നതിന്റെ ശക്തികളെ വലത്തെ എപ്പോഴും ഓർത്തുകൊള്ളുവാനും നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന സർവ്വനന്മകൾക്കും വേണ്ടി നിന്നോട് നന്ദിയുള്ളവരായിരിക്കാനും നിന്റെ കൽപ്പനകളെ ആചരിക്കാനും ഞങ്ങൾക്ക് തുടർന്നേ. സക്കായുടെ വീട്ടിൽ പ്രവേശിച്ച് ഇവന് മോഹനാമന്റെ മകനാകുകൊണ്ട് ഇന്ന് വീടിന് രക്ഷയുണ്ടായി എന്നാൽ ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ ഈ സ്ഥാപനത്തിൽ പാർക്കുന്നവരോടുകൂടെ നീ ഉണ്ടായിരിക്കണമേ. അവരെ നിന്റെ മക്കളും നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരുമാക്കി തീർക്കണമേ. ഈ സ്ഥാപനത്തെ ഇതിൽ വസിക്കുന്നവരെയും കൃപയും കരുണയും നിറഞ്ഞിരിക്കുന്നവരെ ആസ്വദിച്ച് അനുഗ്രഹിക്കണമേ. നന്മയും കരുണയും നിറഞ്ഞിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ആശ്വാസവും അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. സകല ദുഷ്ടപെരുമാറ്റങ്ങളെ ഇവിടെ നിന്ന് തള്ളിക്കളയണമേ. ഇവിടെ എല്ലാവർക്കും സൗഖ്യവും ആരോഗ്യവും നൽകുമാറാകണമേ. വൈഷമ്യമുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും എല്ലാ പരീക്ഷകളിൽ നിന്നും ദുഷ്ടന്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഇവരെ എല്ലാവരെയും രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ കരുണയുടെ ഈ വാസസ്ഥലത്തെ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇവിടെ പാർക്കുന്നവരെയും ഇവരിൽ നിന്ന് നിന്റെ സ്വാർത്ഥപ്പെടാതെ അപ്പോൾ നിന്റെ ചെറുകിൻ കീഴിൽ ഇവരെ മറച്ചുകൊള്ളണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ ലോകത്തിൽ ആശ്വാസപൂർണമായ ജീവിതം ജയിക്കുവാൻ വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്നെ സ്നേഹിച്ച പരിശുദ്ധന്മാരോടുകൂടെ മഹത്വമുള്ളവയും നിത്യതയുള്ളതുമായ നിന്റെ വാസസ്ഥലങ്ങളിൽ വസിക്കാൻ ഞങ്ങളെല്ലാവരെയും യോഗ്യതയോരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ മുഖായും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയുന്നുവായപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഈ സ്ഥാപന ജീവനുള്ളതും ജീവൻ നൽകുന്നതുമായ സ്ലീബായുടെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാൽ എന്നേക്കും ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവൻ വിശുദ്ധിയുള്ള ഏകറൂഹായുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കപ്പെട്ടതുമായി തീരട്ടെ. എന്നോട് കൂടെ ഉന്നതമാകേടുക
കൃതജ്ഞതയുടെ സന്ദർഭമാണ്. പൗരവായുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ സ്ഥാപനങ്ങളുടെ പ്രതിഷ്ഠാ ശുശ്രൂഷയും നാഥൻ നടത്തിയ വഴിയുടെയും നാഥൻ ചെയ്തങ്ങളുടെ ദിവസത്തിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന അവസരമാണ്. കൃതജ്ഞത എന്ന വാക്കിന്റെ അർത്ഥം കൃത്യം ചെയ്തതിനെ കുറിച്ചുള്ള ജ്ഞാനം എന്നാണ്. കഴിഞ്ഞ കാലങ്ങളിലെ നീതി നടത്തിപ്പോയ ദിവസത്തിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്ന അവസരമാണ് കൃതജ്ഞതയുടെ സന്ദർഭം. ഈ സ്ഥാപനയുടെ പ്രതിഷ്ഠാ ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സന്ദർഭം നാം തിരിഞ്ഞു നോക്കി ഇതിന്റെ ആയോജനങ്ങൾ മുതൽ ദേവിയെ നടത്തുന്ന ധാരാളമായിട്ട് നമുക്ക് ലഭിച്ചു. പ്രിയപ്പെട്ട ലോകത്തിൽ പ്രിയപ്പെട്ട ശക്തി മറ്റങ്ങൾ എല്ലാവരും ചേർന്ന് അനുഗ്രഹമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അത് കൃത്യസമയത്ത് പൂർത്തീകരിക്കുവാനും ദൈവസന്നിധിയിൽ ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് ദൈവം ഇടയാക്കുകയും അതിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങളെ എത്രയോ ആളുകളുടെ പ്രയത്നങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഒരു കൺസ്ട്രക്ഷൻ അതിൽ വ്യാപിക്കുന്നത്. ഇവിടെ ആശയപ്പണി ചെയ്തവരുണ്ട്, കല്ലിൻ്റെ പണികൾ ചെയ്തവർ, വ്യത്യസ്തമായുള്ള ശുശ്രൂഷകൾ ചെയ്ത എല്ലാവരുടെയും സഹായവും സഹകരണവുമാണ് ഈ മനോഹരമായിട്ടുള്ള സ്ഥാപനം. നമ്മുടെ ഈ മന്ദിരത്തിൻ്റെ പ്രധാന ഘട്ടത്തോടെ ചേർന്നുള്ള എക്സ്റ്റൻഷൻ ക്രമീകരണം, ഏതായാലും നല്ല മുറികൾ, മുറികളും ഈ കിച്ചണും മറ്റ് വ്യത്യസ്തമായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ ദൈവം ഇടയാക്കുക. ഇന്ന് വായിച്ചാലുള്ള വേദഭാഗത്ത് നാം വായിച്ചത് വിശ്വസിച്ചവരുടെ ഏക മനസ്സും ഏക വിചാരവും അവരായിരുന്നു. ഒരു കമ്മ്യൂണിറ്റി ലിവിങ്ങിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ചില പ്രവൃത്തികളിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച എല്ലാവരും ഏക മനസ്സും ഏക വിചാരവും ഉള്ളവരായിരുന്നു. കമ്മ്യൂണിയൻ, കമ്മ്യൂണിറ്റി, കമ്മ്യൂണിസം ഒരേ റൂട്ട് വേർഡുകൾക്ക് വരുന്നതായിട്ടുള്ള സംഗതിയാണ്. ഒരു ജീവിത ശൈലിയാണ്, സംസർഗമാണ് എന്ന് പറയുന്നത്. കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് സംസർഗമാണ്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ ജീവിതചര്യയെ സൂചിപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. അതുകൊണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരുമിച്ച് വിശ്വസിച്ചവരുടെ മൊത്തം ഒരുമിച്ച് ഏക വിചാരം ഏക മനസ്സുണ്ടായിരുന്നവരുടെ മറ്റുള്ളവർ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ഏക മനസ്സും ഏക വിചാരം ഉണ്ടായിരുന്നതുകൊണ്ട് എന്നെയും ഷെയർ ചെയ്യുന്നവരായിരുന്നു, പങ്കുവയ്ക്കുന്നവരായിരുന്നു. ഈ മന്ദിരം ഇവിടെ താമസിക്കുന്നവരുണ്ട്, ആയുള്ള അച്ഛന്മാരും അച്ഛന്മാരുണ്ട്, ഇവിടെ താമസിക്കുന്നതായുള്ള സ്റ്റുഡൻസുണ്ട്, വ്യത്യസ്ത ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. ഇതിൻ്റെ കമ്മിറ്റികളുണ്ട്. ഞാൻ മിക്കവാറും ഇതിന് വേണ്ടി പോകുമ്പോഴാണ് ഇവിടെ താമസിക്കുന്നത്. ഇത് കമ്മ്യൂണിറ്റി ലിവിങ്ങിൻ്റെ ഒരു അടിസ്ഥാന ക്രമീകരണമാണ് ദൈവാത്മ മന്ദിരം നമ്മൾ ഇവിടെ തുറന്നിട്ടിരിക്കുന്നത്. ആ കമ്മ്യൂണിറ്റി ലിവിങ്ങിന് കുറേ കൂടി സാധ്യതകൾ തുറക്കുന്നതാണ് ഈ എക്സ്റ്റൻഷൻ വർക്ക്, കൺസ്ട്രക്ഷൻ വർക്ക് പൂർത്തീകരിച്ചപ്പോൾ സാധ്യമായത്. ഞാൻ വന്ന് എൻ്റെ പ്രാവശ്യം വന്ന് നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഇതിന് കഴിയുമ്പോൾ എല്ലാവർക്കും കയറി കാണാവുന്നതാണ്. അതിൻ്റെ മുകളിൽ നമുക്ക് ഒരുമിച്ച് ധാരാളം കൂടി വനത്തോളം ഷീറ്റിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ വേണമാകും. ഇവിടെ നല്ല സുന്ദരമായിട്ടുള്ള കിച്ചൺ ക്രമീകരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിറ്റി ലിവിങ്ങിനെ കൂടുതൽ ശക്തീകരിക്കുന്നതായിട്ട് ഒന്നായി നിർവഹിക്കുന്നു. ആ തീരുമാനം അതിൻ്റെ നടത്തിപ്പ് ചെയ്ത് എല്ലാവരെയും ഈ സമയത്ത് അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യും. നമുക്കറിയാവുന്നതുപോലെ ഇന്ന് വ്യക്തിഗത സംസ്കാരം രൂപപ്പെടുന്ന സംഘത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം അന്യോന്യം നമുക്ക് ആവശ്യമില്ല എന്നുള്ള എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ ഉടൻ വലിച്ചെറിഞ്ഞു പോകുന്ന കുടുംബ ബന്ധങ്ങൾ വ്യക്തിഗത സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടുന്നതാണ്. കുടുംബ ബന്ധങ്ങളാണ്, സമൂഹം ഒരു കുടുംബമാണ്, സഭ ഒരു കുടുംബമാണ്, ഈ മന്ദിരം ഒരു കുടുംബമാണ്. ആ കുടുംബത്തിലേറെയാണ് എല്ലാവരും ആ കുടുംബത്തോടുള്ള ബന്ധത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഒരു വ്യക്തിഗത സംസ്കാരം ഉൾക്കൊള്ളുന്ന ആ സമൂഹത്തിൽ അതോടൊപ്പം തന്നെ ഈ യാന്ത്രികത നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു സമൂഹത്തിലാണ്. ആർട്ടിഫിഷ്യാലിറ്റി, നമ്മുടെ ഇടപെടലുകളിൽ എത്ര ആർട്ടിഫിഷ്യാലിറ്റി നമ്മൾ സൂക്ഷിക്കുന്നു. നമ്മൾ ചിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയും. അതൊരു ഭാഷയാണ്, ചെറിയൊരു ഭാഷയാണ്, വ്യത്യസ്തമായിട്ടുള്ള കരച്ചിലൊരു ഭാഷയാണ്. അപ്പോൾ നാം അന്യോന്യം ഒരു യാന്ത്രികത സൂക്ഷിച്ചുകൊണ്ട് പല ഇടങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ് പലപ്പോഴും തോന്നുന്നതായിട്ട് ആധുനികതയുടെ ഒരു സംഭാവന. അതോടൊപ്പം തന്നെ വലിയൊരു മത്സരം, കോമ്പറ്റീഷൻ സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത്. അവരെന്നേക്കാൾ ഉയർന്നു നിൽക്കുവാനായിട്ട് വ്യഗ്രത ആവശ്യമാണെങ്കിൽ പോലും വ്യഗ്രത നിസ്പെക്റ്റീവായിട്ട് ബന്ധപ്പെടുത്തിയപ്പോഴാണ് ഇങ്ങനെ വ്യക്തിഗത സംസ്കാരവും യാന്ത്രികതയും മത്സരവും നിലനിൽക്കുന്ന സമൂഹത്തിലാണ് ഇതുപോലെയുള്ള ഈ ദൈവനാമത്തിനൊക്കെ
സുവിശേഷം 19 അധ്യായത്തിലാണ്. ഒരാളുകൊണ്ട് ഇന്ന് വീണ്ടും രക്ഷയുണ്ടായി. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും രക്ഷയെക്കുറിച്ചാണ് അറിയിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. എല്ലാ പ്രസ്ഥാനങ്ങളും മനുഷ്യന്റെ രക്ഷ അഭിനതി ആണ് മനസ്സിലാക്കുന്നത്. എന്നാൽ യേശു പഠിപ്പിച്ചു ഇവർ അബ്രഹാം നടത്തുന്നതുകൊണ്ട് ഇന്ന് ഈ വീട്ടിൽ രക്ഷയുണ്ടായി. അബ്രഹാമിനെ കുറിച്ച് എന്തൊരു പരാമർശമുണ്ടായി? 12 അധ്യായത്തിൽ പുസ്തകം വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിന്റെ കൽപ്പന കേട്ട് വരുമനാഴികൾ നോക്കാതെ ഇറങ്ങി പോയ ഒരു വ്യക്തിയായിരുന്നു. അതിനെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ തനിക്കുണ്ടായിരുന്ന എല്ലാം വിട്ടിട്ട് പോയ അബ്രഹാമിനെയാണ് ഇവിടെ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നൽകുന്നത്. തനിക്ക് കേൾവിക്കാത്തത് ഒന്നാമത്തെയാണ് ഈ വീട്ടിൽ രക്ഷ എന്ന് പറയുന്നത് സാൽവേഷൻ സാങ്ക്ടിഫിക്കേഷനാണ്. ഞായറാഴ്ച കഴിക്കുന്നത് കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള എഴുന്നള്ളത്ത് അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ദേവാലയ ശുദ്ധിയാനത്തിലൂടെയാണ്. അപ്പോൾ ഞങ്ങളെ രക്ഷിക്കേണ്ടത് ഞങ്ങളെ രക്ഷിക്കേണ്ടത് സേവസ്നാണ് എൻ്റെ അർത്ഥം. രക്ഷ പൂർത്തിയാകുന്നത് വിശുദ്ധീകരണത്തിലാണ്. സാൽവേഷൻ സാങ്ക്ടിഫിക്കേഷൻ. രക്ഷ എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന മനസ്സിലാണ്. ഇവരഭിപ്രായത്തിലാവുമ്പോൾ ഇന്ന് വീട്ടിൽ രക്ഷപ്പെടാമെന്ന് പറയുമ്പോൾ ഇവരും ദൈവത്തിനോടാണ് ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന മനുഷ്യനാണ്. അവൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ സാന്നിധ്യം അവനെ രൂപാന്തരം സൃഷ്ടിക്കുകയും എനിക്കുള്ള പകുതി ദരിദ്രന്മാർക്ക് അന്യായമായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അത് നടന്നു ഞാൻ തിരിച്ചു കൊടുക്കുന്നത് പറയുമ്പോൾ ഇവരഭിപ്രായത്തിലാവുമ്പോൾ ഈ രക്ഷപ്പെടായി. ഈ മാമന്ദിരത്തിൻ്റെ ഒരുമിച്ചുള്ള ജീവിത ചെവിയിൽ അനുഗ്രഹീതമായിട്ടുള്ള ഒരു സംഭാവന കൂടിയാണ്, പൊൻതൂവൽ കൂടിയാണ് ഈ എക്സ്റ്റൻഷൻ വർക്ക്. അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവരും അഭിനന്ദിച്ചുവല്ല ഇതേ നാമത്തിനായിട്ട് നാം പ്രതീക്ഷിക്കുന്ന സന്ദർഭം കൂടിയാകുമ്പോൾ ധാരാളമായിട്ട് ഈ സ്ഥാപനയെ ഉപയോഗിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അതിനെ സ്തുതി. ചെറുതലവായി ചെയ്യുന്ന സാഹചര്യങ്ങളിലെ അനുഭവങ്ങളിലും അവിടുത്തെ നടത്തിക്കൊണ്ടുള്ള ദാനങ്ങളെയാണ് കരുതുന്നത്. പ്രതിയുമായ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന മന്ദിരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ ദർശനം അവിടുന്ന് നൽകുന്ന അനുസരിച്ച് ഇവിടെ പ്രായോഗിക്കാനും പ്രവർത്തിക്കാനും ഇത് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുവാനും ഒക്കെ അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. ഇപ്പോൾ കൃത്യമായി പുതിയതായുള്ള എക്സ്റ്റൻഷന്റെ ഉദാശ നിർവഹിക്കുവാനും അവിടെ ചെയ്ത എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളിൽ നിന്നുള്ള ഓർക്കുന്നു. ഇതിനുവേണ്ടി പ്രത്യേകമായി എത്തിച്ച എല്ലാവരെയും ഓർക്കുന്നതിന് കളാൻകാരിച്ചു വരുന്നു. ഇതിന്റെ പണികാര്യങ്ങളിലെ പങ്കുചേർന്നവരെ ഇതിന് നേതൃത്വം നൽകിയ സംഭാവന നൽകിയവരും എല്ലാറ്റിനും മേലായി നല്ല ഉപദേശങ്ങളും കാഴ്ചപ്പാടുകളും നൽകിയ അഭിവൃദ്ധി തിരുമേനി അതുപോലെ ബന്ധപ്പെട്ട എല്ലാവരെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈദികർക്കായിട്ട് ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. വന്നിരിക്കുന്ന മക്കളോട് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തരവാദിത്വം സ്ഥാപനം അഭിവൃദ്ധിയിലും അനുഗ്രഹത്തിലേക്കും പ്രത്യേകമായി കർത്താവേ ഞങ്ങൾ അവിടുത്തെ കുടുംബാംഗങ്ങളാകുന്ന സമൂഹത്തിലായിരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ കാഴ്ചപ്പാടുകൾ ദർശനങ്ങൾ നൽകി ഞങ്ങൾ ആഗോളം പ്രവർത്തിക്കാനുമായിരിക്കാനൊക്കെ സഹായിക്കുന്നു. നീ പ്രത്യേക ഉദാശയിൽ വ്യാപിച്ചുള്ളത് എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് ശാശ്വതമായിട്ട് കാക്കണം. പ്രിയാദികളെനിക്കായി സന്നിധിയിലായിരുന്നു എല്ലാവരെയും വാഴ്ത്തണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ധാരാളമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സഹായം തന്നെ വന്ന് എന്നേ ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകല ദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുടെ വർഗത്തിന്മേലും ഒന്നാവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആത്മീയമായ ശുശ്രൂഷ ഞങ്ങളോട് വന്ന
പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ